ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. ഏപ്രിൽ 7, 8, 9 പ്രധാന കറണ്ട് അഫേഴ്സ്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ശ്രീലങ്കയുടെ പരമോന്നത ബഹുമതിയായ മിത്രവിഭൂഷൺ പുരസ്കാരം. നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമായി മാറിയത് പഞ്ചാബ്. 2025 സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 118. ഏറ്റവും അസന്തുഷ്ടിത രാജ്യം അഫ്ഗാനിസ്ഥാൻ. ATP മാസ്റ്റേഴ്സ് 1000 ടൂർണമെന്റിലെ മത്സരം ജയിക്കുന്ന പ്രായം കൂടിയ ടെന്നീസ് താരമായി ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണ. സംസ്ഥാന സർക്കാർ പൊതുമേഖലയിൽ ആരംഭിച്ച ഓൺലൈൻ ഓട്ടോ ടാക്സി KSRTC മെട്രോ ബുക്കിംഗ് പ്ലാറ്റ്ഫോം കേരള സവാരി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. കടലിന് മീതെയുള്ള ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽ പാലമായ പാമ്പൻ പാലം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയുടെ ഭൂഗർഭ നേവൽ ബേസ് 2026 കമ്മീഷൻ ചെയ്യുന്നത് റാംബല്ലി, ആന്ധ്രാപ്രദേശിൽ. ആദിവാസി ഊരുകളിൽ മൺമറയാൻ സാധ്യതയുള്ള കലാരൂപങ്ങൾ കണ്ടെത്തി പ്രൊഫഷണൽ പ്രോഗ്രാമാക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതി ജൻ കൽസ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സിറ്റി കീ ഓഫ് ഓണർ ബഹുമതി നൽകി ആദരിച്ച രാജ്യം പോർച്ചുഗൽ. ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയുമായി പ്രതിരോധ ഉടമ്പടി ഒപ്പുവച്ച അയൽരാജ്യം ശ്രീലങ്ക. രാഷ്ട്രപതി ഒപ്പുവച്ചതോടെ നിയമമായ വഖഫ് ആക്ടിന്റെ പുതിയ പേര് യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ഉമീദ് ആക്ട്. ഐതിഹ്യമാല രചിച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ 170-ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത് കോടിമത, കോട്ടയം. 11ാമത് മുഹമ്മദ് ബഷീർ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ EK ദിനേശൻ. ഇതുപോലുള്ള ഡെയിലി കറണ്ട് അഫേഴ്സ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. താങ്ക് യു.